അയ്യോ 2 3 അച്ഛാ അച്ഛാ ആ വയ്യെങ്കിൽ ഒരു ഭാഗത്ത് ഇരിക്കേ. എന്തിനാ ഈ കസർത്ത് കാണിക്കണേ? അതെ, ഞാൻ ഈ കസർത്തൊക്കെ ചെയ്യുന്നോണ്ടാണ് ഇപ്പോ നിങ്ങൾക്ക് കുറച്ച് ആശ്വാസം ഉള്ളത്. പിന്നെ മന്മദേട്ടൻ അറിഞ്ഞാലേ ഇന്നെ വഴക്ക് പറയും. അതെന്തിന്? എന്തെങ്കിലും വയ്യായികയായാലേ. വയ്യായിക ആ ഇത് ചെയ്തോണ്ടോ? ആ ഇതൊക്കെ ചെയ്യുന്നോണ്ടാ പതുക്കെ എഴുന്നേറ്റ് നടക്കണേ. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് കിടന്നിട്ട് എന്റെ തീട്ടോ മൂത്രമൊക്കെ ഇഞ്ചു പോരേണ്ടി വരും. അയ്യാ ഇജ്ജ് നോയിക്കോ. ഇന്നലെ പത്രം പോയി, ഇന്നും പോകും പത്രം. അവിടെ ഒന്നും ചെയ്തോ, തുണി ഇടണം. നിക്ക് എണ്ണീറ്റ് പോയിക്കോ. അതാരാത്? അതാ സുമേഷ് ചേട്ടനൊക്കെ റെസിഡൻസ് അസോസിയേഷന്റെ. സുമേഷ? അതാ ഞാൻ അവിടെ ഇല്ലാന്ന് പറയാം. എന്തെന്താ? അല്ല പിരിവാണ്. മോളെ അച്ഛനല്ലേ? അച്ഛനില്ല. അല്ല, ഞാൻ അവിടുന്ന് കണ്ടാണ് ഇവിടെ നിൽക്കണത്. സുമേഷന്റെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്. എന്നെ 2 ആയിട്ട് കണ്ടതായിരിക്കും അല്ലേ രാഘവേട്ട? അല്ല, ഞാനും കണ്ടു സത്യനെ. രാഘവേട്ടനും പ്രായമായില്ലേ, കണ്ണിന് എന്തോ പ്രശ്നം ഉണ്ട് കേട്ടാ. കണ്ണട മാറ്റിക്കോ. രണ്ടുപേർക്കും പോയാ എന്താ വന്ന്? നമ്മളെ റെസിഡൻസ് അസോസിയേഷന്റെ പിരിവിന് വന്നാണ്. വാർഷികാഘോഷത്തിന്റെ. മന്മദേട്ടൻ പോയിട്ട് ഇപ്പൊ 2 മാസമായിട്ടേ ഉള്ളൂ. പൈസ അയച്ചിട്ടില്ല. 5000 ഉറുപ്പ്യ അത്ര എഴുതിയിട്ടു. രാഘവേട്ട 5000 ഒന്നും വേണ്ട, ഇവിടെ ഇല്ല, പൈസ ഒന്നും ഇല്ല. ഇനിയൊന്നുമില്ല, അത് തരാൻ ചെറിയ പൈസയാണ്. ചേട്ടാ ചെറിയ പൈസ എന്താ രാഘവേട്ട കളിക്കല്ലേ പിടിച്ചേ? വലിയ പരിപാടിയില്ലേ, നമ്മൾ ഇതിങ്ങനെ നടത്തണ്ടേ. ഞങ്ങള് ഒന്ന് പോയിട്ട് വരാം. ഒന്ന് അപ്പുറം വരെ പോയിട്ട് വരാം. അപ്പൊ ഇപ്പുറം വരുമ്പോ കണ്ണാ മതി കേട്ടാ. നല്ല കുട്ടിയാണ്. പോയാ ഒളിച്ചുകായിരുന്നു. അല്ല, കണ്ടാ വലിയ കുഴപ്പമാണേ. എന്താ പറഞ്ഞേ? അത് തരാൻ പറഞ്ഞു അച്ഛന്. എന്താ? 5000 ഉറുപ്പ്യ കൊടുക്കാൻ. 5000 ഉറുപ്പ്യ? 50 ഉറുപ്പ്യക്ക് മാർഗമില്ല, പിന്നെയാണ് 5000. എന്തെങ്കിലും ഒരു 10-50 ഉറുപ്പ്യ കൊടുക്കാന്നല്ലാതെ 5000 ഉറുപ്പ്യ വെച്ചിട്ട് ഇങ്ങനെ നിക്കാണ്. അച്ഛൻ എന്നോട് ദേഷ്യം പറഞ്ഞ? അച്ഛൻ ഇവിടെ നിന്നൂടായിരുന്നോ? അവരോട് പറയാൻ പാടില്ലായിരുന്നോ? പറയുമ്പോ വലിയ ഗൾഫുകാരാണ്. ആ ചെക്കൻ പോയിട്ട് 2-2.5 മാസമായി. 5 പൈസ ഇതുവരെ വെച്ചിട്ടില്ല. വിസയ്ക്ക് വേണ്ടി ആ കോയരെടുത്ത് വാങ്ങിയിട്ടുള്ള പൈസ കൊടുക്കണ്ടേ? കൊടുക്കണ്ടേ? വിളിക്കുന്ന സമയത്ത് അതൊക്കെയാ പറയട്ടെ. അച്ഛന്റെ ഒരു 12 പടിയാ വളരെ കുറു പറഞ്ഞോടുക്കോ. തന്നെ കഴിച്ചോ? സുഖാണോ? സുഖാണോ? ഇവിടെ സുഖാണോ അവിടെ സുഖാണോ? ഇവിടെ മഴ ഉണ്ടോ അവിടെ മഴ ഉണ്ടോ? ഇവിടെ സുഖാണ്. പൈസയുടെ കാര്യം പറ കുട്ടിയെ. പൈസയുടെ കാര്യം ചോദിക്കും. പൈസ അതെ, ഞാൻ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാം. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. അപ്പഴേ വർത്താനം പറയാൻ പറ്റുള്ളൂ. അച്ഛൻ പറയാൻ വെക്കാം. കൊടുക്കാം. പൈസയുടെ കാര്യം പറഞ്ഞു. ഇന്ന് അച്ഛൻ പറഞ്ഞോ? എന്നാ ഞാൻ ഉച്ചത്തിൽ വെച്ചിട്ടുണ്ട്, പറഞ്ഞാ മതി. കുട്ടിയെ. ഞാൻ ഇന്ന് പൈസ അങ്ങോട്ട് അയക്കണുണ്ട് കേട്ടാ. അതെ, ഞാനേ പൈസ അയക്കാൻ പറയാൻ വേണ്ടി പറയായിരുന്നു ഇവിടെ. പൈസ ഇന്ന് തന്നെ ഇവിടെ അങ്ങോട്ട് അയക്കും. അപ്പൊ അത് ഇന്ന് തന്നെ അച്ഛൻ അവിടെ കിട്ടുകയും ചെയ്യും കേട്ടാ. നന്നായി. ഇന്ന് തന്നെ കിട്ടുവോ? ഇന്ന് തന്നെ കിട്ടും. ഞാൻ ബാങ്ക് വഴിയല്ല അയക്കണതേ, കുഴല് വഴിയാ അയക്കണേ. കുഴല് വഴിയോ? അതെ, അച്ഛൻ ഇങ്ങോട്ട് കൂടുതലൊന്നും ചോദിക്കണ്ട, ഞാൻ പറയണത് അങ്ങോട്ട് കേട്ടാ മതി. കുഴല് വഴി അയക്കും. അച്ഛാ, ഞാൻ കുറച്ച് കഴിയുമ്പോഴേക്ക് ഒരു കോഡ് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞുതരാം അച്ഛന്. കോടയല്ല അച്ഛാ, കോഡ്. അത് അച്ഛനൊരു പേപ്പറിൽ എഴുതി വെക്കണം. ശരി. അത് കഴിയുമ്പോഴേക്ക് ഒരാൾ അച്ഛനെ വിളിക്കും. അച്ഛനെ വിളിക്കുമ്പോഴേക്കും ഈ കോഡ് പറഞ്ഞു കൊടുക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ അയാൾ നോക്കിക്കോളും. ആയിക്കോട്ടെ. പിന്നെ ഈ കാര്യമൊന്നും അച്ഛൻ മണ്ടുവിനോട് പറയണ്ട. ഇല്ല, ഇതിപ്പോ ഒച്ചയിലാണ് ഇട്ടുന്നത് അവളെ. തൽക്കാലം അച്ഛൻ ഒന്നും പറയണ്ട. ഇല്ല, പറയില്ല, ഞാൻ പറയില്ല. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടാ. ആയിക്കോട്ടെ. എന്നാലും കുട്ടിയേടാ, എന്താ ഈ കുഴല്? എന്റെ അച്ഛൻ അതൊന്നും ഇപ്പൊ വിസ്തരിക്കാനുള്ള സമയമില്ല. അച്ഛനാ കാശ് കൊണ്ടുവരുമ്പോ അതൊക്കെ മേടിച്ചു വെച്ചാ മതി. ആയിക്കോട്ടെ. പൈസ കിട്ടിയാ മതി. കുഴല് എന്ന് പറഞ്ഞ
ഈ കുഴലിൽ കൂടെ ഇപ്പൊ എങ്ങനെ ഇത് അയക്കുന്നു പൈസ? എന്തേലും വിദ്യ ഉണ്ടാവുമായിരിക്കും. ചേട്ടാ 85 റുപ്യ. എത്ര റുപ്യ? 85. ഈ മുട്ടായി ഒന്നും തിന്ന, മധുരം തിന്നരുത് എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ വീട്ടിൽ നിന്ന് വന്ന കണ്ണ് തെറ്റി അത് ഓരോന്ന് എടുത്തു തിന്ന. അതൊരു കാര്യം ചെയ്യ്. അപ്പൊ 85 2 87 87 റുപ്യ. ഈ 87 റുപ്യ എന്തായുണ്ട്? അതെ, അത് അവിടെ എഴുതിക്കോ. അപ്പൊ മന്മഥൻ ഗൾഫ് പോയിട്ട് 2 മാസമായില്ലേ, ഇനി കാശ് അയച്ചിട്ടില്ലേ? പൈസ അയച്ചിട്ടുണ്ട്. എന്നാ പിന്നെ 2 ദിവസം കഴിഞ്ഞ ബാങ്കില് വന്നെ മെസ്സേജ് വരും. അപ്പോഴേലും തരണേ, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാ. അത് ബാങ്ക് വഴി അല്ലാതെ ഇത് കുഴല് വഴിയാ. കുഴൽപ്പണ? ഈ കുഴൽപ്പണത്ത് പറഞ്ഞ എന്താ അറിയോ? അല്ല, ഞാനും അത് ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ എന്താന്ന് അറിയില്ല, അതുകൊണ്ടായി ചോദിക്കുന്നത്. അറിയില്ല അല്ലേ? ആയിരിക്കും അറിയില്ലതേ. അല്ല സത്യത്തെ, എങ്ങനെ ഈ കുഴൽപ്പണം? ഞാനത് കൊറേ ആലോചിച്ചോടൂ. ഗൾഫിൽ നിന്ന് പൈസ ഇട്ടാല് നമുക്കത് ഇവിടെ കേരളത്തിൽ കിട്ടണം. അപ്പൊ കേരളത്തിൽ കിട്ടാൻ മാത്രം വലിയൊരു കുഴലുണ്ടോന്ന് അപ്പൊ എന്റെ ഒരു ആലോചന പോണത്. ഗൾഫിൽ നിന്ന് നമ്മുടെ കേരളം വരയ്ക്കുള്ള കുഴലോ? ഉണ്ടാവോ? ഉണ്ടാവുമായിരിക്കും. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇതിപ്പോ ഏത് വഴിക്കാ വരുന്നുണ്ടാവുക? അതാണ് ഒരു പിടിയില്ല എനിക്ക്. അതെ, കോയൊക്കെ വരുന്നുണ്ട്. മൂപ്പർക്ക് പിന്നെ ലോകപരിചയം ഉണ്ടല്ലോ. മൂപ്പരോട് ചിലപ്പോ സംഭവം എന്താണെന്ന് അറിയാൻ പറ്റും. അതായത് ലോകത്തിലെ 7 വൻകരകളിൽ ഒന്നാണ് ഈ ജപ്പാൻ. ജപ്പാനില് ഏത് സമയം ഭൂമി കുലുക്കണ്ട് അറിയാൻ എനിക്ക്. എന്താ കാരണം? ജപ്പാൻ എന്ന് പറഞ്ഞ് കടലിന്റെ മുകളിൽ ഇങ്ങനെ ഓളം തട്ടി ഇങ്ങനെ നടക്കണ ഒരു സ്ഥല. അപ്പൊ ഈ കടലിന്റെ 4 വശത്തുനിന്നും തിരമാല ഇങ്ങനെ അങ്ങോട്ട് വന്നങ്ങനെ അങ്ങോട്ട് അടിക്കുമ്പോ ജപ്പാൻ കിടന്നിങ്ങനെ ഇളകും. അങ്ങനെയാണ് അവിടെ ഭൂമി കുലുക്കം ഉണ്ടാവണേ. ഈ ശ്രീലങ്ക കടലിന്റെ നടുക്കല്ലേ, അപ്പൊ അവിടെ എന്താ ഈ ഭൂമി കുലുക്കം ഉണ്ടാകത്ത്? ശ്രീലങ്ക കടലിന്റെ നടുക്കാണല്ലോ. ശ്രീലങ്ക ഇന്ത്യ പറഞ്ഞുതരാം. അതായത് ശ്രീലങ്ക കടലിന്റെ നടുക്ക് തന്നെയാണ്, പക്ഷെ അത് ഇന്ത്യനായിട്ടൊരു കണക്ഷൻ ഇങ്ങനെ കിടക്കുക. പഴയ കാലത്തുള്ളൊരു പാലം ഉണ്ടല്ലോ, ഇന്ത്യന്ന് ഈ ശ്രീലങ്കയിലേക്ക്, അതിന്റെ ഒരു കണക്ഷൻ എപ്പോഴും ഇങ്ങനെ കടലിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ കിടക്കുക. അത് കാരണം അത് ഇളകൂല. ജപ്പാൻ അങ്ങനെയല്ല, ജപ്പാൻ വെള്ളത്തിൽ ഇങ്ങനെ ഓളം തട്ടി ഇങ്ങനെ നടക്കല്ലേ. അങ്ങനെയാണ് അവിടെ ഭൂമി കുലുക്കുണ്ടാവുന്നത്. ഒന്നിട്ട് ശരി ശരി ശരി. എനിക്ക് കാര്യം കൊടുത്തിട്ടില്ലേ? കുറച്ചേരായി. അതെ, നമ്മുടെ സത്യേട്ടന് ഒരു സംശയം, ഒന്ന് തീർത്തു കൊടുക്കും. ചോദിച്ചോളൂ, പറഞ്ഞുതരും. എന്താ വിഷയം? ഒന്നുമില്ല. അതായത് ഈ കുഴൽ എങ്ങനെയാണ്? വട്ടത്തില്? അതല്ല ഈ പറയുന്നത്, നീളത്തില്. അതൊന്നല്ല. പിന്നെ അതായത് ഈ കുഴൽപ്പണം എന്ന് കേട്ടിട്ടുണ്ടോ? അത് ശരി. ആർക്കൊ ഈ കുഴൽപ്പണം വരുന്നേ? ഇക്കല്ലേ കുഴലില് പണിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടണല്ലോ. വേണല്ലോ. അപ്പൊ അത് എങ്ങനെ? അതാണ് എനിക്കറിയില്ല, ബലു അറിയില്ല. അതായത് സുഗത, ഈ കടലുണ്ടല്ലോ, കടലുണ്ട്, അത് ഭൂമിയിൽ ഇങ്ങനെ മുറിയാണ്ട് കിടക്കണ ഒരു സാധന. അത് നമ്മുടെ നാട്ടിലും ഉണ്ട്, ഗൾഫിലും ഉണ്ട്. അപ്പൊ ഗൾഫിൽ നിന്നൊരു കുഴല് കടലിന്റെ അടിയിൽ കൂടെ ഇങ്ങോട്ട് നേരെ പാടങ്ങള് നമ്മുടെ നാട്ടിലേക്കാ വന്നാല് അതിൽ കൂടെ കായ് അങ്ങടട്ടാ സാധനപ്പെടുത്തില്ലേ? എന്തൊക്കെ ഈ പറയുന്നത്? കടല് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് കരയെ കൂടെ പിന്നെ ഒരുപാട് ദൂരല്ലേ, അവിടെ എവിടെ കുഴല്? അതാണേ കോയ, ഇത് എത്ര ആലോചിച്ചിട്ട് ഒരു അന്തം കിട്ടുന്നില്ല. അതിപ്പോ പോയാ ചെക്കപ്പ് ഒന്ന് പൈസ ഇവിടുന്ന് ഇട്ടു. എന്തെങ്കിലാവട്ടെ, കുഴലിനൊരു തടസ്സമില്ലാണ്ടെങ്കിൽ പണം കൂടെ എത്തിയാൽ മതിയായിരുന്നു. അതെ അതെ, പൈസ ഇവിടുന്ന് ഇന്ന് ഇട്ടാല് അത് ഇന്ന് തന്നെ ഇവിടെ കിട്ടുന്ന അവർക്ക്.
അതെ സത്യേട്ടാ, ഈ കുഴല് വഴി കാശ് വരുമ്പോഴേ ഒന്ന് എന്നെ വിളിക്കോ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഒന്ന് കാണാനേ. ഞാൻ വായനശാലയിലുള്ള കുട്ടികളോട് കൂടി പറഞ്ഞു അവര് വന്നോട്ടെ. കുഴലിന്ന് എങ്ങനെയാ വളം വരിക സത്യേട്ടന്റെ വീട്ടുകാർ വേണ്ടോന്ന് ഈ കുഴൽപ്പണം എന്താന്ന് നമ്മൾ അറിയാൻ പറ്റില്ല. അല്ലാണ്ട് ഒരാളോട് പറയില്ലല്ലോ അസൂയ. ഒരാൾ മിണ്ടില്ല, മറ്റുള്ളവർ കാണണ്ട. നമ്മക്ക് അങ്ങനെ പറ്റില്ല. അപ്പൊ മറക്കരുത്, അത് വരുമ്പോ ഒന്ന് വിളിക്കണം. ഞാൻ വിളിക്കോ. പിന്നെ ഞാൻ ആ അസർഫിന്റെ ബാർബർ ഷോപ്പിലൊക്കെ ഒന്ന് പോകണ്ടേ, അപ്പൊ അവിടെ ഒന്ന് പറയാം. കാണുന്നവര് കണ്ടോട്ടെ. പിന്നെന്താ എപ്പോഴാ വരികയെന്ന് പറഞ്ഞോ? എപ്പോ വേണമെങ്കിലും അങ്ങനെ പറഞ്ഞു. അല്ല സത്യേട്ടാ, ഇതാണാ സത്യം ഇതാണ് എന്റെ കോയില്. കുട്ടിയേ എവിടക്കാ എന്റെ വീട്ടിലേക്കാ? അല്ലെ സണ്ണിച്ചേട്ടന്റെ കക്കൂസ് പണിയുണ്ട്. ഇതല്ല അപ്പൊ എന്നാ സുഖതാ, ഞാൻ ഇരിക്കണില്ല. അതെ, പോട്ടെ. കുറച്ച് സാധനം വാങ്ങിക്കാൻ വന്നതാണ്. അപ്പൊ ഇതും പഴയ കാശൊക്കെ പാടെ കൂടിയിട്ട് പണം വന്നങ്ങോട്ട് തരണേ. അതെ എന്നാ അറിയിക്കട്ടോ. ഞാൻ പൈസ വന്നാ വിളിക്കാം. അപ്പൊ അങ്ങോട്ട് പോരെ. ഓ അപ്പൊ ആ മറ്റേ വിസയുടെ പൈസ ഇങ്ങോട്ട് പോലോ. പ്രധാന ഇതൊന്ന് കാണണല്ലോ. ഒന്ന് വിളിക്കണ്ടോ? ശരി ശരി. എന്റെ വച്ചൊക്കെ തീർക്കാളോ. അരി കൂടെ നോക്കി പോ. ഇത് കായ് സാധാരണ കായ് തന്നെയാ പോലെ. പിന്നെ അല്ലെങ്കിൽ ഇവിടെ ചെലവാക്കാൻ പറ്റും. പറ്റില്ല. പക്ഷെ അത് എങ്ങനെ ഈ വരുന്നുള്ള അപ്പൊ കാണാലോ. വീട്ടിലേക്ക് അത്തിച്ചോടി ചെല്ലാൻ പറഞ്ഞേ. ഞാൻ വരാ പറയും. ഞാനേ ആ തത്തന്റെ അവിടെ കോൽപ്പണം വരില്ല, അപ്പൊ അത് വന്നിട്ട് കണ്ടിട്ട് അങ്ങോട്ട് വരാ പറയും. ഞാൻ പറഞ്ഞേക്കാം. എടാ സുഖതോ, ഇതെന്തപ്പ ഈ അടക്കട കാര്യം എന്താ അവിടെ വന്ന് അടക്കൊന്നും എടുക്കാത്ത? അല്ലേ ഞാൻ പറഞ്ഞില്ല, ഈ അടക്ക പറിക്കാനേ ആളെ കിട്ടാനില്ല. അപ്പൊ ഇങ്ങോട്ട് കൊടുന്ന് തന്നെ എടുക്കാം, അല്ലാണ്ട് അവിടെ വന്ന് തോട്ടത്തിന് പറിക്കലൊന്നും നടക്കില്ല. പോയോ? നമസ്കാരം നമസ്കാരം. ഇരിക്കണ്ടോ? ഇരിക്കണ്ടോ? ഇരിക്കണില്ല, ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ടേ. അല്ല, നമ്മളെ അസോസിയേഷന്റെ പിരിവ് കിട്ടിയില്ലല്ലോ. ഇല്ല ഇല്ലപ്പോ അസോസിയേഷനിലില്ലേ? അല്ല അസോസിയേഷനിലുണ്ട്. അത് കായേ ഇല്ലാത്ത കാരണമാണ് അങ്ങനെ തരാഞ്ഞ. അത് ഇന്ന് തരൂ. ഇന്ന് തരുമോ? ഇന്നിപ്പോ എന്താ വെച്ചാ നമ്മുടെ സത്യന്റെ മോൻ ഗൾഫിന്ന് കായ് അയക്കുന്നു. അപ്പൊ സത്യന്റെ മോനെ അപ്പൊ ഇന്നിപ്പോ ഓനും മറ്റേ സത്യന്റെ അവിടേക്ക് കുറച്ച് കുഴൽപ്പണം അയക്കുന്നുണ്ട് ഇത്രേ. അപ്പൊ അത് കിട്ടിയാ ഞാൻ ആ കായ് അങ്ങനെ തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാന് കേട്ടോ. അപ്പൊ ഇന്നിപ്പോ അത് നിങ്ങള് കണ്ടിട്ടുണ്ടോ കുഴൽപ്പണം? ഇല്ല, കണ്ടിട്ടില്ലല്ലോ. ഇല്ല കണ്ടിട്ടില്ലേ? ഇല്ല. കുഴൽപ്പണം അതെന്നാണ്? അതാ ഞാൻ പറഞ്ഞ, അത് ഞങ്ങളൊക്കെ പാടപ്പത് അവിടെ അത് വരുമ്പോ ഒന്ന് കാണാന്നുള്ളതിൽ ഇരിക്കുകയാണ്. അത് കണ്ടിട്ടില്ല വെച്ചെങ്കിൽ നേരെ സത്യന്റെ ഞങ്ങളാ വന്നോളി. പൈസ കിട്ടാനുണ്ട്. അപ്പൊ അത് കാണുകയും ചെയ്യാം, അത് കായും മേടിക്കാലോ. ഞങ്ങള് അങ്ങോട്ട് വരാം. അങ്ങനെ പോയിക്കോളി, അത് കാണുകയും ചെയ്യാലോ. എന്നാ ശരി. ആയിക്കോട്ടെ മറക്കണ്ട. ഇപ്പൊ ആ കായ് ആ കുഴൽ തന്നെ കിടക്കായിരുന്നു നല്ലത്. ഇപ്പൊ കിട്ടിയിട്ട് എന്താ ഇവർക്കൊക്കെ കൊടുക്കണ്ടേ? എന്തിനപ്പോ ഈ നാട്ടുകാരോട് മുഴുവൻ ഈ കുഴൽപ്പണം വരുന്ന കാര്യം പറഞ്ഞ്? ഈ കാണാത്തവര് കണ്ടോട്ടോ. അല്ല, കാണുന്നോണ്ട് കുഴപ്പമില്ലേ? ഈ വന്നവര് മുഴുവനും ഉള്ള കാശ് കൊടുക്കാന്ന് പറഞ്ഞ് മേടിച്ചിട്ട് പോയാൽ പിന്നെ എനിക്ക് കാശ് തരാനുള്ള ഇല്ലാണ്ടായാലും അവസാനം എന്റെ പീഡിയ വാങ്ങാനുള്ള കായ് ഇപ്പൊ വരുവാ കുഴൽ. ഉണ്ണി, ഈ മൊയ്തു എങ്ങോട്ട് പോയടാ? എവിടെ ചെന്ന് അന്വേഷിക്കൂ? മൊയ്ത് അങ്ങോട്ടും അങ്ങോട്ടും എത്ര സമയം വെയിലും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും
വേറെയും പോട്ടെ പോലെ നമുക്ക്. എന്ത് പ്രാന്താ നീ പറയണ? അവനിന്ന് ആദ്യമായിട്ടല്ലേ കുഴലും കൊടുത്ത് വിട്ടേക്കണ. അവൻ ആ പൈസ ആയിട്ട് മുങ്ങിയാല. അവനെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വിട്ടേക്കണ. കുറച്ച് വിവരം വിദ്യാഭ്യാസം ആക്കണം. കോയൽപ്പണം നോക്കിയ കാര്യമില്ല. എന്നെ ബുദ്ധിമുട്ടുള്ള പണിയാണ്. വിവരം വേണം. നീ വന്നപ്പോ എങ്ങനെയായിരുന്നു? നിനക്ക് ഭയങ്കര വിവരവും വിദ്യാഭ്യാസമായിരുന്നു. ചെയ്താണ് പഠിക്കണത്. എന്തൊരു കഷ്ടമാണിത്. ഇവൻ ഇത്രയും പോർക്കാണെന്ന് ഞാൻ കരുതിയില്ല. ഇവനിഞ്ഞ് വല്ല പോലീസിന്റെയും കയ്യിൽ ചെന്ന് പെട്ടാന്നാവോ. പോയത് എന്തൊരു സ്പീഡാണ്. സത്യശീലിന്റെ വീടാ. സത്യശീലിന്റെ വീട്. സത്യശീല കേക്കിളില്ല. സത്യശീലിന്റെ വീട് എവിടെയാ? സത്യശീല. സത്യശീല അല്ല, വണ്ടി ഇറങ്ങാൻ പാടില്ല. അതാ നിങ്ങൾ സത്യശീല വീട് പറയും. എടാ, അവൻ കണ്ണി കണ്ടവരോട് മുഴുവൻ ചോദിച്ചത് പറഞ്ഞിട്ടാണല്ലോ പോണത്. എന്തും മട്ടനാണത്. കോയൽപ്പണ കയ്യിലെന്ന് അറിയില്ലോ നീ? കുളമാക്കുവോ വേണത്? കൊളാക്കുന്ന ഉറപ്പല്ലേ? എന്റെ പേരെന്താ? പേര് മൊയ്തൂന്നല്ല. മൊയ്തൂന്ന് പറഞ്ഞേ. അല്ല, മൊയ്തൂന്ന് വീട്ടിൽ വിളിക്കുന്ന പേരാ. ശരിക്കുള്ള പേരതല്ല. സത്യശീലിന്റെ വീട് എവിടെയാ? അയ്യാന്റെ പേരൂരൊക്കെ പറയണോ? നല്ല പറഞ്ഞോ. ഇത് ചെലപ്പോ കുടലിന്റെ ആളാവോ? ഈ കോഴന്റെ എങ്ങനെ മനസ്സിലായി? അത് ശരി. എന്റെ ചങ്ങായി അന്നെ കാത്തിട്ടല്ലേ ഞങ്ങളൊക്കെ പാടെ ഇവിടെ ഇരിക്കണേ. എന്തിന്? ഞാൻ കാണിച്ചാൽ എനിക്ക് വീട്. അയ്യോ, അയാളെ വണ്ടിയിൽ കയറ്റിയല്ലേ. ഞാൻ മൂന്നാൾക്ക് പോകാൻ പറ്റുമോ? ഞാൻ വരാം. അതെ, ഇപ്പൊ വണ്ടിക്ക് ഒരാൾ വന്നില്ലേ? മൊയ്തല്ലേ? മൊയ്തോ? പേരും പറഞ്ഞ? ആ പേര് പറഞ്ഞു. അയാൾ എങ്ങടെ പോയെന്നറിയോ? നമ്മുടെ സത്യേട്ടന്റെ വീട്ടിലേക്ക് കുടൽപ്പണം കൊണ്ട് വന്നേക്കണതാ. എന്ത് കുടൽപ്പണം കൊണ്ടേ വന്നേക്കണതാ. അങ്ങനെ പറഞ്ഞ? ആ കുടൽപ്പണം കാണാനാണെങ്കിൽ നിൽക്കും. ഞാൻ